നമസ്കാരം. കേരളത്തിലെ എല്ലാ പഞ്ചായത്തുകളിലെയും പ്രസിഡന്റുമാർ അവരവരുടെ ഭരണ കാലയളവിൽ നടപ്പിലാക്കിയ വികസന പ്രവർത്തനങ്ങൾ പങ്കുവയ്ക്കുകയാണ് കേരള വിഷൻ ന്യൂസിന്റെ എന്റെ പഞ്ചായത്തിലൂടെ. ഇന്ന് നമ്മളോടൊപ്പം അതിഥികളായി ചേരുന്നത് കൊല്ലം ജില്ലയിലെ പോരുവഴി പഞ്ചായത്ത് പ്രസിഡന്റ് ബിനു മംഗലത്ത്, തൃശൂർ ജില്ലയിലെ പെരിഞ്ഞനം പഞ്ചായത്ത് പ്രസിഡന്റ് വിനിത മോഹൻദാസ് എന്നിവരാണ്. എല്ലാവർക്കും എന്റെ പഞ്ചായത്തിലേക്ക് സ്വാഗതം. ആദ്യം നമ്മൾ പോകുന്നത് കൊല്ലം ജില്ലയിലെ പോരുവഴി പഞ്ചായത്തിന്റെ വികസന പ്രവർത്തനങ്ങളിലേക്കാണ്. പ്രസിഡന്റ് ബിനു മംഗലത്ത് നമ്മളോടൊപ്പം ചേരുന്നു. നമസ്കാരം ശ്രീ ബിനു. ആരോഗ്യ മേഖലയ്ക്ക് കൂടുതൽ പ്രാമുഖ്യം നൽകുന്ന പഞ്ചായത്താണ് പോരുവഴി ഗ്രാമപഞ്ചായത്ത്. കേരളത്തിൽ ആദ്യമായി തന്നെ ക്യാൻസർ രോഗികൾക്ക് സൗജന്യമായി മരുന്ന് നൽകി വരുന്നതടക്കമുള്ള മാതൃകാപരമായിട്ടുള്ള പ്രവർത്തനങ്ങളാണ് നടപ്പിലാക്കി വരുന്നത്. കൂടാതെ തന്നെ നിരവധി ജീവകാരുണ്യ പ്രവർത്തനങ്ങളും നടത്തിവരുന്നു. എങ്ങനെയാണ് ഈ പ്രവർത്തനങ്ങളെല്ലാം തന്നെ യാഥാർത്ഥ്യമാക്കുന്നത്? നമ്മള് സാധാരണ ക്യാൻസർ രോഗികളുടെ ബുദ്ധിമുട്ട്, ഒരു കുടുംബം താറുമാറാകുന്ന സ്ഥിതി ഞങ്ങള് മെമ്പർമാര് മനസ്സിലാക്കിയതിന്റെ അടിസ്ഥാനത്തിൽ ഞങ്ങള് 18 ജനപ്രതിനിധികളാണുള്ളത്. ആ മെമ്പർമാർ ഒറ്റക്കെട്ടായി നിന്നുകൊണ്ടൊരു പ്രവർത്തനത്തെ കുറിച്ച് ആലോചിക്കുകയും ആലോചിച്ചതിന്റെ അടിസ്ഥാനത്തിൽ കൂട്ടായ ഒരു തീരുമാനം എടുത്തു. നിലവിൽ നിന്ന് ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടുന്ന ക്യാൻസർ ഡയാലിസിസ് രോഗികൾ, അവർക്ക് ഏതൊക്കെ തരത്തിലുള്ള സഹായങ്ങൾ ചെയ്യാൻ പറ്റുമെന്നൊരു ഒരു ആശങ്കയുണ്ടായി. ആ ആശങ്കയിൽ നിന്ന് ഉരുത്തിരിഞ്ഞ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകമാണ് അവർക്ക് ആവശ്യമായ മരുന്നുകൾ എത്തിക്കുക എന്നുള്ളത്. അതുകൂടാതെ തന്നെ നമ്മള് ഈ വർഷം മുതൽ ഡയാലിസിസ് രോഗികൾക്ക്, കാരണം ഏറ്റവും കൂടുതൽ ഇവിടെ അടുത്തുള്ള ഒരു വാർഡില് അദ്ദേഹത്തിന്റെ ഡയാലിസിസ് ചെയ്യുന്നതിന് വേണ്ടി സ്വന്തം പിതാവ് റോഡിൽ ഇറങ്ങി പിരിവ് നടത്തുന്ന ഒരു സാഹചര്യം ഞങ്ങളുടെ മനസ്സിലുണ്ടായി. അത് ഞങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ടപ്പോൾ തന്നെ ഞങ്ങള് ഏകപക്ഷീയമായ ഒരു തീരുമാനം എടുത്തു. ആ തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിൽ 2000 രൂപ പ്രതിമാസം ആ വീട്ടിൽ കിട്ടത്തക്ക തരത്തിലുള്ള ഒരു പുതിയ പ്രോജക്റ്റ് കേരളത്തിൽ ആദ്യമായി നടപ്പാക്കിയ ഒരു പ്രോജക്റ്റാണ് ഹീമോ ചെയ്യുന്ന രോഗികൾക്ക് 2000 രൂപ വീതം പ്രതിമാസം വീട്ടിൽ കിട്ടുന്ന ഒരു സംവിധാനം. അത് ഞങ്ങള് ചെയ്തതിന് കണ്ടതിന് ശേഷമാണ് ജില്ലാ പഞ്ചായത്ത് പോലും അങ്ങനെ ഒരു പ്രോജക്റ്റ് നടപ്പാക്കി ഇന്നൊരു വലിയ പ്രോജക്റ്റായിട്ട് അതിനെ മാറ്റുന്നതിന് സാധിച്ചു. സാധാരണപ്പെട്ട ജനങ്ങളുടെ കൈത്താങ്ങായി ആ പ്രോജക്റ്റ് മാറുന്നതിന് സാധിച്ചു. ഒരുപാട് പേര് നമ്മളെ വിളിച്ച് ഒരുപാട് അഭിനന്ദനങ്ങൾ പറഞ്ഞു. അവരുടെ കണ്ണീരുകൾ നമുക്ക് കാണാൻ സാധിച്ചു. ഒരു വലിയ മാറ്റമായി, നമ്മുടെ നാടിന്റെ ഒരു വലിയ മാറ്റമായി അത് സാധിച്ചു. തീർച്ചയായും അത്തരത്തിലുള്ള മാതൃകാപരമായിട്ടുള്ള പ്രവർത്തനങ്ങളാണ് നടക്കേണ്ടത്. ഇനിയും അത്തരത്തിലുള്ള പ്രവർത്തനങ്ങളെല്ലാം തന്നെ നടക്കട്ടെ എന്ന് ആശംസിക്കുകയാണ്. ഒപ്പം തന്നെ ആരോഗ്യ മേഖലയിൽ വിവിധങ്ങളായിട്ടുള്ള ഘടകങ്ങളുണ്ട്. ഈ ഹെൽത്ത് സെന്റർ ഉൾപ്പെടെയുള്ള പ്രവർത്തനങ്ങളെല്ലാം തന്നെ, അല്ലെങ്കിൽ ആയുർവേദ രംഗത്തടക്കം തന്നെ മികച്ച പ്രവർത്തനങ്ങൾ പഞ്ചായത്ത് നടപ്പിലാക്കി വരുന്നുണ്ട് അല്ലേ? ഉണ്ട്. ഒന്ന്, നമ്മള് പഞ്ചായത്ത് ഭരണസമിതി അധികാരമായിട്ട് 4 വർഷം ആയെങ്കിൽ പോലും ആ 4 വർഷത്തിനിടയ്ക്ക് നമ്മുടെ മലനട PHC എന്നൊരു ഹോസ്പിറ്റൽ ഉണ്ടായിരുന്നു. അതിന്റെ കെട്ടിടം ഇളകി വീഴുന്ന ഒരു അവസ്ഥയിലായിരുന്നു. അതിന് ഞങ്ങളൊരു എസ്റ്റിമേറ്റ് തയ്യാറാക്കി, പ്ലാൻ തയ്യാറാക്കി ഗവൺമെന്റ് സമർപ്പിച്ചു. അതിന്റെ അടിസ്ഥാനത്തിൽ നമുക്ക് 1,43,00,000 രൂപ അനുവദിച്ച് അതിന്റെ കെട്ടിടത്തിന്റെ പണി അവസാന നിമിഷത്തിലാണ്. അങ്ങനെ ഇരിക്കുന്ന സാഹചര്യത്തിലാണ് മലനട PHCക്ക് കെട്ടിടം പണിയെ കുറിച്ച് ആലോചിച്ചതും അതിന്റെ ഒരു എസ്റ്റിമേറ്റ് തയ്യാറാക്കി 3 സബ് സെന്ററുകൾക്ക് പ്രപ്പോസൽ ചെയ്യുകയും ചെയ്തു. അതില് ഒരെണ്ണത്തിന്റെ പണി അവസാന ഘട്ടത്തിലാണ്. 2 കല്ലിടുന്നതിനുള്ള നടപടികളുമായി മുന്നോട്ട് പോകുന്നു. അതോടൊപ്പം തന്നെ നമ്മുടെ ആയുർവേദ ആശുപത്രി, അതും നമ്മുടെ NSS വാങ്ങി നൽകിയ ഭൂമിയാണ്. ആ ഭൂമിയിൽ ഏകദേശം 1 കോടി രൂപ അനുവദിച്ച് പുതിയ കെട്ടിടത്തിന്റെ കോൺക്രീറ്റ് ഈ ആഴ്ച ആരംഭിക്കും തീരുവാണ്. കാരണം അത്തരത്തിലേക്ക്, അതുപോലെ തന്നെ മലനട ക്ഷേത്രം, അവിടെ കേരളത്തിലെ ഏക ദുര്യോധന ക്ഷേത്രം, മലനട ക്ഷേത്രം വാങ്ങി നൽകിയ 1 ഏക്കർ ഭൂമിയിലാണ് ഇന്ന് മലനട PHC സ്ഥിതി ചെയ്യുന്നത്. അപ്പൊ അത് അവിടെ വേറൊരു പ്രോജക്റ്റോടെ ഞങ്ങളിപ്പോ വിഭാവനം ചെയ്ത ഡയാലിസിസ് രോഗികൾക്ക് മറ്റു ക്ഷേത്രങ്ങളിൽ ചെയ്യുന്നത് പോലെ നമ്മള് ഒരു കെട്ടിടം പണിത് മലനട ക്ഷേത്രവുമായി സഹകരിച്ചുകൊണ്ട് അതിനു വേണ്ടുന്ന നമ്മുടെ നാട്ടിലുള്ള സാധാരണ ജനങ്ങൾക്ക് ഡയാലിസിസ് ചെയ്യത്തക്ക തരത്തിലുള്ള സംവിധാനത്തെ കുറിച്ച് ഞങ്ങൾ ആലോചിക്കും. അപ്പൊ അത് ഏറ്റവും കൂടുതൽ ഗ്രാമീണ മേഖലയാണ് ഞങ്ങളുടെ, അതായത് തൊഴിലുറപ്പ് തൊഴിലാളികളും കർഷക തൊഴിലാളികളും കശുവണ്ടി തൊഴിലാളികളും ഒക്കെ അടങ്ങുന്ന ഒരു സാധാരണ പഞ്ചായത്താണ് പോരുവഴി പഞ്ചായത്ത്. അപ്പൊ അത്രയും ജനങ്ങളിലേക്ക് ഇറങ്ങിച്ചെല്ലുക, സാധാരണ ജനങ്ങളിലേക്ക് ഇറങ്ങിച്ചെല്ലുക എന്നൊരു ലക്ഷ്യമാണ് ഞങ്ങൾ പഞ്ചായത്ത് ഭരണസമിതി തീരുമാനമെടുത്തത്. ആ തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിൽ എല്ലാവരും വളരെയധികം പ്രാധാന്യം നൽകുന്ന ഒരു പഞ്ചായത്താണെന്ന് പറയുന്നു. പൂക്കൃഷി അടക്കമുള്ള പ്രവർത്തനങ്ങളെല്ലാം തന്നെ നമുക്ക് ദൃശ്യങ്ങളിൽ കാണാനാകും. അവിടെയെല്ലാം വില്ലനായി നിൽക്കുന്നത് ഈ കാട്ടുപന്നി ശല്യം അടക്കം അവിടെ രൂക്ഷമായ ഒരു സാഹചര്യമാണ് കാണാൻ സാധിക്കുന്നത് അല്ലേ? ഏറ്റവും കൂടുതൽ ഞങ്ങൾ അലട്ടുന്ന ഒരു വലിയ വിഷയം
വനമേഖലയിൽ നിന്ന് ഒത്തിരി ദൂരെയാണെങ്കിൽ പോലും പന്നിയുടെ ശല്യം വളരെ ദുഃഖകരമായ ഒരു വിഷയമാണ്. കാരണം നമ്മൾ ഷൂട്ടറെ നിയമിച്ചെങ്കിൽ പോലും നമ്മുടെ തൊട്ടടുത്തുള്ള ഒരു ഷൂട്ടറെ നമുക്ക് കിട്ടാൻ പറ്റാത്തൊരവസ്ഥയായി. അങ്ങനെ തിരുവല്ലയിൽ നിന്ന് ആണ് ഒരാളെ നമ്മൾ നിയമിച്ചത്. ആ നിയമിച്ച ആള് നമ്മൾ പന്നിയെ കണ്ട് അവിടെ നിന്ന് ഇവിടെ എത്തുമ്പോഴത്തേക്ക് പന്നി ഓടിപ്പോകുന്നൊരവസ്ഥ. അല്ലാതെ നമ്മൾ രാത്രികാലങ്ങളിൽ പര്യടനം നടത്തുമ്പോൾ നിലവിൽ 8 പന്നികളെയാണ് നമ്മൾ വെടിവെച്ച് കൊന്നിട്ടുള്ളത്. അപ്പം ഇത് ചെയ്യാൻ പറ്റുന്നത് ഞാൻ മിക്കവാറും പഞ്ചായത്ത് പ്രസിഡന്റുമാരുടെ മീറ്റിംഗിൽ പറയുന്നത്, ഈ പന്നികളെ അക്രമികാരികളായ പന്നികളെ അല്ലെങ്കിൽ കൃഷി നശിപ്പിക്കുന്ന പന്നികളെ കൊല്ലുന്നതിനുള്ള ഒരു അവകാശം 1 വർഷത്തേക്ക് അല്ലെങ്കിൽ 1 മാസത്തേക്ക് അല്ലെങ്കിൽ 2 മാസത്തേക്ക് ആ കർഷകർക്ക് കൊടുത്താൽ ആ കർഷകര് അതിനെ ഇല്ലായ്മ ചെയ്യുകയും കർഷകർക്ക് സ്വതന്ത്രമായി കൃഷി ചെയ്യുന്ന ഒരവസ്ഥ ഉണ്ടാവും. കാരണം പഞ്ചായത്ത് പ്രസിഡന്റുമാർക്ക് പന്നിയെ വെടിവെക്കുന്നതിനുള്ള പൂർണ്ണ സ്വാതന്ത്ര്യം കൊടുത്തിട്ടുണ്ട്. പക്ഷെ അതിന് പന്നിയെ വെടിവെക്കാൻ അറിയാവുന്ന ആൾക്കാര് ഇന്ന് കിട്ടാനില്ല. അതേപോലെ ഇവിടെ തന്നെ ദിലീപ് കോശി എന്ന് പറയുന്ന തിരുവല്ലയിലുള്ള ഒരു വ്യക്തിയാണ് നമ്മുടെ പൊരുഴി പഞ്ചായത്തിലേക്ക് നിയമിക്കപ്പെട്ടുള്ളത്. എന്റെ തൊട്ടടുത്തുള്ള 4 പഞ്ചായത്തിലേക്കും അദ്ദേഹത്തിന്റെ സേവനം ആവശ്യപ്പെട്ടിട്ടുണ്ട്. അദ്ദേഹം ചെയ്യാന്ന് പറഞ്ഞു. എന്റെ ദോഷം എന്ന് പറയുമ്പോൾ 50 കിലോമീറ്ററോളം ഓടിയാണ് അദ്ദേഹം ഈ പൊരുഴി പഞ്ചായത്തിൽ പന്നിയെ വെടിവെക്കാനായി എത്തുന്നത്. അപ്പൊ നമുക്ക് പഞ്ചായത്തിന് കൊടുക്കാൻ പറ്റുന്ന ഓണററി എന്ന് പറയുമ്പോൾ 1500 പന്നിയെ വെടിവെച്ചാൽ മാത്രമേ 1500 കൊടുക്കാൻ പറ്റൂ. അപ്പൊ അങ്ങനെയൊക്കെയുള്ള ഒരുപാട് സാങ്കേതികമായ പ്രശ്നങ്ങൾ അത്തരത്തിൽ ഉണ്ടാകുന്നുണ്ട്. അപ്പൊ അതൊക്കെ പരിഹരിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ കർഷകർക്ക് അക്രമികാരികളായ പന്നികളെ കൊല്ലുന്നതിനുള്ള ഒരു ലൈസൻസ് 1 മാസത്തേക്ക് കർഷകർക്ക് കൊടുത്താൽ നമ്മുടെ കേരളത്തിലെ ഇത്തരത്തിലുള്ള മുഴുവൻ ശല്യങ്ങളും മാറി സ്വതന്ത്രമായി കർഷകർക്ക് കൃഷി ചെയ്യാൻ പറ്റും. കാരണം ഇന്ന് കൃഷി ചെയ്യുന്ന പട്ടിപ്പലിശയ്ക്ക് പൈസ എടുത്ത് കർഷകർ കൃഷി ചെയ്യുകയും ആ കൃഷി ചെയ്യുന്ന മുഴുവൻ ഉൽപ്പന്നങ്ങളും പന്നി നശിപ്പിക്കുന്ന ഒരവസ്ഥ. അത് വിളവെടുക്കാൻ സമയത്ത് അവിടെ ചെല്ലുമ്പോൾ അത് മൊത്തം പന്നി നിന്ന് വരുന്ന ഒരവസ്ഥ. അത് ഏറ്റവും കൂടുതൽ വിഷമമാണ്. കാരണം പാവപ്പെട്ട കർഷക തൊഴിലാളികളെ എവിടെന്നെങ്കിലൊക്കെ പാട്ടത്തിനൊക്കെ എടുത്ത് കൃഷി ചെയ്യുമ്പോൾ ആ കൃഷിയിൽ നിന്ന് ഈൽഡെടുക്കാൻ പറ്റാത്തൊരവസ്ഥയുണ്ട്. അത് വളരെ വേദനാജനകമായ ഒരു വിഷയമാണ്. തീർച്ചയായും അത്തരത്തിലുള്ള ഈ വനമേഖലയെ അല്ലാതിരുന്നിട്ട് പോലും ഇത്തരത്തിലുള്ള പന്നിശല്യം എല്ലാം വളരെ അധികം രൂക്ഷമായൊരു സാഹചര്യമാണ് പഞ്ചായത്തിൽ കാണാൻ സാധിക്കുന്നത്. അതോടൊപ്പം തന്നെ മറ്റ് പ്രവർത്തനങ്ങളെല്ലാം തന്നെ എടുത്തു പറയുകയാണെങ്കിൽ ഇപ്പോൾ വേനൽ കനത്തിരിക്കുകയാണ്. കുടിവെള്ളത്തിന് ഏറ്റവും കൂടുതൽ കുടിവെള്ള ക്ഷാമം രൂക്ഷമായിരിക്കുന്ന ഒരു സമയമാണ്. ആ ഒരു സമയത്ത് ഈ കുടിവെള്ളം എത്തിക്കാനായി മികച്ച പദ്ധതികളെല്ലാം തന്നെ പഞ്ചായത്ത് നടപ്പിലാക്കി വരുന്നതായി അറിയുന്നു. എന്തൊക്കെയാണ് ആ പദ്ധതികൾ? നിലവിൽ എങ്ങനെയൊക്കെയാണ് അത് നടപ്പിലാക്കി വരുന്നത്? നിലവിലെ ഇപ്പൊ പൊരുഴിലുള്ള 2 കുടിവെള്ള സ്രോതസ്സുകൾ, ഒന്ന് നരിച്ചിറ കുടിവെള്ള പദ്ധതിയും ഒന്ന് ബംഗ്ലാദേശ് കുടിവെള്ള പദ്ധതി. ഈ 2 കുടിവെള്ള പദ്ധതികളാണ് ഇന്ന് നിലവിലുള്ളത്. അത് ഏകദേശം 50 വർഷത്തിന് മുമ്പ് ശ്രീ പൊരുഴി വാസവൻ സാർ സ്ഥാപിച്ച ഒരു കുടിവെള്ള പദ്ധതിയാണ്. ആ 50 വർഷത്തിന് ശേഷം പുതിയൊരു പ്രപ്പോസലും നൽകിയിട്ടില്ല, പുതിയൊരു പദ്ധതി ആരംഭിച്ചിട്ടില്ല. പക്ഷെ അന്നുണ്ടായിരുന്ന ജനസംഖ്യയിൽ നിന്ന് വളരെ ക്രമാതീതമായി എണ്ണം കൂടിയിട്ടുണ്ടെങ്കിൽ പോലും അതിനനുസരിച്ചുള്ള ഒരു പദ്ധതി നമ്മൾ നടപ്പാക്കിയിട്ടില്ല. പക്ഷേ ഈ വർഷം ഞങ്ങൾ പഞ്ചായത്ത് ഭരണസമിതി ആദ്യം എടുത്ത പ്രപ്പോസൽ സാധാരണ ജനങ്ങൾക്ക് എങ്ങനെ വെള്ളം എത്തിക്കാൻ പറ്റുന്നതിനെ കുറിച്ചൊരു ഐഡിയ പ്രപ്പോസ് ചെയ്യുകയും അതനുസരിച്ച് 79 കോടി രൂപയുടെ ഒരു വലിയ ജൽജീവൻ പദ്ധതിയിൽ ഉൾപ്പെടുത്തിയ വലിയ പ്രോജക്റ്റാണ് നമുക്ക് ലഭ്യമായിട്ടുള്ളത്. അപ്പൊ അതിന്റെ അടിസ്ഥാനത്തിൽ ഗ്രാമീണ മേഖലയിലെ ഏകദേശം ഒരു 95% പൈപ്പ് ലൈൻ ഇട്ട് കഴിഞ്ഞു. പ്രധാനപ്പെട്ട 2 ടാങ്കുകൾ, അതായത് 1.25 ദശലക്ഷം ലിറ്റർ ഒരു സമയത്ത് സ്റ്റോർ ചെയ്യാൻ പറ്റുന്ന വലിയ ടാങ്കിന്റെ നിർമ്മാണ പ്രവൃത്തി പൂർത്തിയാക്കി. പ്രധാന പൈപ്പുകളുടെ എല്ലാം ഇട്ട് കഴിഞ്ഞു. ഈ മെയിൻ പമ്പുകളിലുള്ള ഇതിന്റെ പ്രധാന പമ്പിംഗ് സ്റ്റേഷനിൽ അതിന്റെ ബോർവെല്ല് അതിന്റെ പ്രധാന പൈപ്പിൽ ആ വർക്ക് കൂടെ തീർന്നാൽ നമുക്ക് ഈ വർഷം ഞങ്ങൾ ഇറങ്ങുന്നതിന് മുമ്പ് അത് പണി പൂർത്തീകരിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇല്ലെങ്കിൽ പോലും ഒരു 6 മാസം ഞങ്ങൾ ഇറങ്ങിയ ഒരു 6 മാസത്തിനകത്ത് അതിന്റെ പണി പൂർത്തീകരിച്ച് സുലഭമായി നമ്മുടെ നാട്ടിലെ കുടിവെള്ള പ്രശ്നം കാര്യമായി പരിഹരിക്കത്തക്ക, കാരണം നമ്മൾ 50 വർഷത്തിന് മുമ്പുണ്ടായിരുന്ന കുടിവെള്ള പദ്ധതിയിൽ നിന്ന് മാറ്റം വരുത്തിക്കൊണ്ട് പുതിയൊരു കുടിവെള്ള പദ്ധതിക്ക് രൂപം നൽകാൻ ഞാൻ പഞ്ചായത്ത് ഭരണസമിതിക്ക് സാധിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഇന്ന് വാട്ടർ അതോറിറ്റി ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടുന്ന ഒരു വലിയ വിഷയമാണ് സർക്കാരിന്റെ ഈ കാശില്ല എന്ന് പറഞ്ഞ മോട്ടോർ വാങ്ങിക്കാൻ പറ്റും. അപ്പൊ ഞങ്ങള് നിലവിലുള്ള 2 കുടിവെള്ള പദ്ധതിക്കും ഞങ്ങൾ പഞ്ചായത്ത് മോട്ടോർ വാങ്ങി നൽകാൻ തീരുമാനം എടുത്തിട്ടുണ്ട്. അപ്പൊ അത് സാധാരണ ജനങ്ങൾക്ക് എത്രയും പെട്ടെന്ന് വെള്ളം എത്തിക്കുക എന്നുള്ള ഒരു വിഷയം. കാരണം മറ്റൊന്നിനെ പോലെയല്ല വെള്ളം ഇല്ലാതെ മനുഷ്യൻ ജീവിക്കാൻ പറ്റില്ല. എന്തൊരാവശ്യത്തിനും മനുഷ്യന് വെള്ളം ഉണ്ടെങ്കിലേ പറ്റും. കാശ് കൊടുത്ത് വാങ്ങിക്കാന്നുള്ള അപ്രായോഗികമാണ്. അടിസ്ഥാന സൗകര്യങ്ങളെല്ലാം തന്നെ മെച്ചപ്പെടുത്തുന്ന പ്രവർത്തനങ്ങളെല്ലാം തന്നെയാണ് നടപ്പിലാക്കി വരുന്നത്. അതോടൊപ്പം തന്നെ ഗ്രാമീണ റോഡുകൾ എത്രത്തോളം യാഥാർത്ഥ്യമാക്കാൻ സാധിച്ചിട്ടുണ്ട്? വഴിവിളക്കുകൾ അടക്കം തന്നെ സ്ഥാപിച്ചുകൊണ്ടുള്ള പ്രവർത്തനങ്ങളെല്ലാം തന്നെ ഏത് രീതിയിലാണ് മുന്നോട്ട് കൊണ്ടുപോകുന്നത്? നമ്മള് ഗ്രാമീണ മേഖലയില്, കാരണം കോവിഡ് വന്ന സമയത്ത് ഫണ്ടിന്റെ വളരെ ലഭ്യത വളരെ കുറവാണ്. ഒരു വാർഡിലേക്ക് 2 ലക്ഷം രൂപ വീതം ഉള്ളായിരുന്നു. ആ കിട്ടുന്ന ഫണ്ട് കൊണ്ട് പ്രധാനപ്പെട്ട കൊച്ചു റോഡുകളൊക്കെ ചെയ്തു. പക്ഷെ ഈ വർഷം
നമുക്ക് നല്ല ഫണ്ടുകൾ ലഭ്യമായിട്ടുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിൽ മാക്സിമം റോഡുകൾ നമ്മൾ പ്രധാനപ്പെട്ട റോഡുകളെ കേന്ദ്രീകരിച്ച് ടാറിങ്ങിട്ടുണ്ട്. ഞങ്ങൾ കയറുന്ന സമയത്ത് നമ്മുടെ പഞ്ചായത്തിലെ മുഴുവൻ വഴിവിളക്കുകളും അണഞ്ഞ് ഇരുട്ടിലായിരുന്നു. അതിനെ മൊത്തം സ്റ്റേറ്റ്മെന്റ് വലിച്ച് 75 ലക്ഷം രൂപ മുടക്കി സ്റ്റേറ്റ്മെന്റ് വലിച്ച് മുഴുവൻ ഗ്രാമീണ മേഖലയിലും വഴിവിളക്കുകൾ സ്ഥാപിച്ച് അതിന്റെ മെയിൻ്റനൻസ് ചെയ്യുന്നതിനായിട്ട് സ്ഥിരമായ ആളിനെ പോസ്റ്റ് ചെയ്ത് എന്നും നമ്മുടെ പോരുവഴി വെളിച്ചപൂരിതമാകണം എന്നൊരു ധാരണ ഉണ്ടായിരുന്നു. അത് ഞാൻ പറഞ്ഞല്ലോ, ഞങ്ങള് വ്യത്യസ്ത രാഷ്ട്രീയങ്ങളിൽപ്പെട്ട ഭരണസമിതിയാണ് പോരുവഴികളുള്ളത്. അതായത് കോൺഗ്രസിന് 6, LDFന് 5, BJPക്ക് 5, SDPക്ക് 2. അപ്പൊ അത് തുല്യാതുല്യം നിൽക്കുന്ന ഒരു അവസ്ഥയിൽ ഇത്രയും കാര്യം മറ്റൊരാൾക്കും ചെയ്യാൻ പറ്റാത്ത അത്ഭുതങ്ങൾ സൃഷ്ടിച്ചുകൊണ്ടാണ് പോരുവഴി ഗ്രാമപഞ്ചായത്ത് മുന്നോട്ട് പോയിട്ടുള്ളത്. അപ്പൊ അതൊക്കെ എന്റെ കൂടെ ഉണ്ടായിരുന്ന എന്റെ 18 ഭരണസമിതി അംഗങ്ങളും എന്നോടൊപ്പം വികസനങ്ങൾക്ക് എന്നോടൊപ്പം നിന്നതിന്റെ ഒരു ഉദാഹരണമാണ്. കാരണം അത് സാധാരണ ജനങ്ങൾക്ക് വേണ്ടുന്ന കാര്യങ്ങൾ എത്തിക്കാൻ പറ്റുക എന്നുള്ളതാണ് അവരുടെ ലക്ഷ്യം. അതൊക്കെ തീർച്ചയായും അത്തരത്തിലുള്ള പ്രവർത്തനങ്ങളെല്ലാം തന്നെ തുടർന്നും ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കുകയാണ്. അതോടൊപ്പം തന്നെ കുട്ടികൾക്ക് സ്കൂൾ തലത്തിലാണെങ്കിലും തന്നെ നിരവധിയായിട്ടുള്ള പ്രവർത്തനങ്ങളാണ് നടത്തി വരുന്നത് എന്നറിയാൻ സാധിക്കുന്നു. ഫുട്ബോൾ അക്കാദമി, പെൺകുട്ടികൾക്ക് കരാട്ടെ പരിശീലനം തുടങ്ങിയവയെല്ലാം തന്നെ പഞ്ചായത്തിന്റെ ഭാഗത്ത് നിന്നും ഉണ്ടാകുന്നുണ്ട് അല്ലെ? ഉണ്ട്. അതിനകത്ത് നമ്മൾ ഇന്ന് പെൺകുട്ടികൾക്ക് റോഡിൽ ഇറങ്ങി നടക്കാൻ പറ്റാത്തൊരവസ്ഥ ഞങ്ങളെ കയറിയ ആ സമയത്ത് ഏറ്റവും കൂടുതൽ ഉള്ളടക്കം സൃഷ്ടിച്ച വാർത്തകൾ ഉണ്ടായ സമയമാണ്. അപ്പൊ അതിനെ കുട്ടികൾക്ക് സ്വതന്ത്രമായി റോഡിലിറങ്ങി നടക്കാൻ പറ്റുന്ന ഒരു എന്ത് ചെയ്യാമെന്ന് ആലോചിച്ചപ്പോഴാണ് പെൺകുട്ടികൾക്ക്, അതായത് 14 വയസ്സ് വരെയുള്ള പെൺകുട്ടികൾക്ക് കരാട്ടെ പരിശീലനം എന്ന ലക്ഷ്യം ഞങ്ങളുടെ മുന്നിലേക്ക് എത്തിച്ചേർന്നത്. അപ്പൊ അതിന്റെ അടിസ്ഥാനത്തിൽ ഞങ്ങൾ വളരെ മെച്ചമായി ആ പെൺകുട്ടികൾക്ക് കരാട്ടെ പരിശീലനം നടത്തി അത് കണ്ടിന്യൂ ചെയ്ത് പോരുന്നു. പക്ഷെ അതിനുശേഷം നമ്മൾ കുട്ടികൾ ഇന്ന് ഏറ്റവും കൂടുതൽ മയക്കുമരുന്നിന് അടിമയായി പോകുന്ന ഒരു അവസ്ഥ നമ്മുടെ നാട്ടിലുണ്ടാകും. അപ്പൊ അത് കുട്ടികൾ അധികവും ഫോണിനകത്ത് കളിച്ചുകൊണ്ടിരിക്കുന്നതും അല്ലാതെ മറ്റ് പരിപാടിയിലേക്കൊന്നും പോകാത്ത ഒരു അവസ്ഥയായതുകൊണ്ട് ഞങ്ങളിപ്പോ സ്വന്തമായിട്ടൊരു ഫുട്ബോൾ അക്കാദമി രൂപീകരിച്ചു. കാരണം വടക്കൻ മേഖലയിൽ ഏറ്റവും കൂടുതൽ ഫുട്ബോൾ അക്കാദമികളുണ്ട്. പക്ഷെ തെക്കൻ മേഖലയിൽ അത്തരത്തിലുള്ള ഫുട്ബോൾ സ്ഥാപനങ്ങളില്ല. പക്ഷെ പഞ്ചായത്ത് അവർക്ക് വേണ്ടുന്ന കോർട്ടുകള്, ബൂട്ട്, ഫുട്ബോള് എല്ലാ സാധനങ്ങളും വാങ്ങി നൽകി ഫുട്ബോൾ അക്കാദമി രൂപീകരിച്ചു. 5 വയസ്സ് മുതൽ 14 വയസ്സ് വരെയുള്ള മുഴുവൻ കുട്ടികൾക്കും, ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും കരാട്ടെ ഫുട്ബോൾ പരിശീലനം നടത്തി വരും. കാരണം അതിലൂടെ 3-4 കുട്ടികൾക്ക് ജില്ലാ സെലക്ഷൻ ടീമിൽ കിട്ടാൻ സാധിച്ചു. അതൊക്കെ സംബന്ധിച്ച് നമ്മുടെ കുട്ടികൾക്ക്, കാരണം അവരെ ഏറ്റവും ഉന്നതിയിലെത്തിക്കുക എന്നും പോരുവഴി പഞ്ചായത്ത് പേര് പോലെ തന്നെ പെരുമയിലും ഉണ്ടാകണമെന്നുള്ള ആഗ്രഹം. കാരണം ഇപ്പം പോരുവഴിയിൽ നിന്നൊരാളാണ് ഫുട്ബോളിലേക്ക് എത്തിച്ചേരുന്നതൊക്കെ പറയുമ്പോൾ അതൊക്കെ നമ്മുടെ മനസ്സിലുണ്ടാകുന്ന ഒരു സന്തോഷം. അതൊക്കെ ആണ് നമ്മുടെ അത്തരത്തിലുള്ള പ്രവൃത്തികളിലേക്ക് ഞങ്ങളെ കൊണ്ടുപോകാൻ സാധിച്ചത്. തീർച്ചയായും അത്തരത്തിൽ ഇനി ഭാവിയിലേക്ക് എന്തൊക്കെ പദ്ധതികളാണ് കരുതിയിരിക്കുന്നത്? അതിനൊക്കെ ഒന്ന് പ്രധാനമായ ഉള്ളൊരു വിഷയമാണ് ഞാൻ പറഞ്ഞല്ലോ. ഇന്ന് ഏറ്റവും കൂടുതൽ നമ്മുടെ താലൂക്ക് ആശുപത്രിയില് ഒരു സമയത്ത് 6 രോഗികൾക്കാണ് ഡയാലിസിസ് ചെയ്യാൻ പറ്റുന്നത്. അപ്പൊ അത് നമ്മുടെ ഏറ്റവും ഗ്രാമീണമായ മേഖലയില് അപ്പൊ സാധാരണ ജനങ്ങൾ 5000 രൂപയെ കൊടുത്ത് പ്രൈവറ്റ് ആശുപത്രിയിൽ പോയി ഇത് ഡയാലിസിസ് ചെയ്യേണ്ട ഒരു സാഹചര്യം ഉണ്ടായി. അപ്പൊ നമുക്ക് അതിനെ എങ്ങനെ പഞ്ചായത്ത് തലത്തിൽ അത് ചെയ്യാൻ പറ്റുന്ന ഒരു അമ്പലമായി ആലോചിച്ചപ്പോൾ അവര് അതിനുവേണ്ട സജ്ജീകരണങ്ങൾ ഒരുക്കി തരാമെന്ന് പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ പഞ്ചായത്ത് ഫണ്ട് വെച്ച് ഡോക്ടറെ നിയമിച്ചുകൊണ്ട് ഇത് പറയുന്നത് പോലെ നമ്മുടെ പഞ്ചായത്തിലെ പരിധിയിലുള്ള അത്യാവശ്യം അങ്ങനെയുള്ള വരുന്ന കേസുകൾ അറ്റൻഡ് ചെയ്യത്തക്ക തരത്തിൽ ഡയാലിസിസ് രോഗികൾക്ക് നമുക്ക് അവിടെ ഡയാലിസിസ് ചെയ്യുന്നതിനുള്ളൊരു കേന്ദ്രം നമ്മൾ ആദ്യമായി ചെയ്യുന്നതിനുള്ളൊരു പ്രപ്പോസലാണ് നമ്മൾ ചെയ്തിട്ടുള്ളത്. പിന്നെ അതുപോലെ തന്നെ ഈ നിലവില് പാലിയേറ്റീവ് പേഷ്യന്റ്, കാരണം നമ്മളെ ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ട് പലരും നോക്കാനും കാണാനും ഇല്ലാത്ത ഒരുപാട് ആൾക്കാരാണ് പാലിയേറ്റീവ് പേഷ്യന്റ്. അപ്പൊ അവരെ കൈ പിടിച്ച് മറ്റുള്ളവർക്കൊപ്പം നിർത്തുക എന്നതാണ് ഞങ്ങളുടെ മറ്റൊരു പ്രധാനപ്പെട്ട ലക്ഷ്യം. എയിം എന്ന് വെച്ചാൽ അവർക്ക് വേണ്ടുന്ന ശുശ്രൂഷ നൽകുക, അവർക്ക് വേണ്ടുന്ന മരുന്ന് നൽകുക, അവർക്ക് വേണ്ടുന്ന വസ്ത്രം നൽകുക, അവരെ മറ്റുള്ളവർക്കൊപ്പം ആഘോഷങ്ങളിൽ പങ്കാളികളാക്കുക. അത്തരത്തിലുള്ള ഒരു വലിയ എത്തിക്സ് ഞങ്ങളെ അതിന് മുന്നിലെത്തിച്ചിട്ടുണ്ട്. അതൊക്കെ പിന്നെ അതുപോലെ തന്നെ ഇന്ന് ഏറ്റവും കൂടുതൽ ഇൻസുലിൻ ആൾക്കാരുടെ എണ്ണം ഉപയോഗിക്കുന്നവരുടെ എണ്ണം, അപ്പൊ അതനുസരിച്ച് ഏറ്റവും കൂടുതൽ ആൾക്കാരെ അത്തരത്തിലേക്ക് നമ്മൾ കൊണ്ടുവരുന്നു. അതുപോലെ 60 വയസ്സ് കഴിഞ്ഞവർക്ക്, വയോജനങ്ങൾക്ക് ആയുർവേദ മരുന്ന് കൊടുത്ത് അവരെയും ചെറുപ്പത്തിലേക്ക് എത്തിക്കുക എന്ന ലക്ഷ്യത്തോടെ നമ്മൾ ആയുർബാല്യം എന്നൊരു പദ്ധതി നടപ്പാക്കുന്നു. അതുപോലെ കൗമാരക്കാരായ പെൺകുട്ടികൾക്ക് ഇന്ന് ഏറ്റവും കൂടുതൽ അവർക്ക് പ്രത്യേകതര രോഗങ്ങൾ ഉണ്ടാകുന്നുണ്ട്. അപ്പൊ അതിനെ പ്രതിരോധിക്കുന്നതിന് വേണ്ടി ആയുർവേദത്തിൽ തന്നെ ആയുർവേദ മരുന്ന് കൊടുത്ത് അവരെ പരിരക്ഷിക്കുന്നതിനുള്ള സംവിധാനങ്ങൾ ചെയ്യുന്നു. അതുപോലെ തന്നെ ഗർഭിണികളായ സ്ത്രീകൾക്ക് അതിനുശേഷം ഉണ്ടാകുന്ന പരിചരണത്തിനെല്ലാം നമ്മൾ അത്തരത്തിൽ തന്നെ ആയുർവേദത്തിന് ഒരു പ്രാധാന്യം കൊടുത്തുകൊണ്ട് തന്നെ അവരെ മുന്നോട്ട് കൊണ്ടുപോകുന്നു. ഈ പറഞ്ഞതുപോലെ ഏതെങ്കിലും പിന്നെ അതുപോലെ തന്നെ നമ്മുടെ നിലവിലെ പഞ്ചായത്തിന്റെ അവസ്ഥയനുസരിച്ച് ഒരു അപ്പാരൽ പാർക്ക് നമുക്ക് തുടങ്ങണമെന്ന് പറഞ്ഞാൽ
ഇന്ന് ഏറ്റവും കൂടുതൽ സ്വയം തൊഴിൽ സംരംഭങ്ങളിലേക്ക് എത്തുന്ന ഒരു അവസ്ഥയ്ക്ക് നമ്മുടെ നാട് മറിക്കുന്നത്. അല്ലാതെ സർക്കാർ ജോലി എല്ലാവർക്കും കിട്ടുക എന്നുള്ളത് സങ്കല്പികം മാത്രമാണ്. അപ്പൊ ആ ചെയ്യാൻ പറ്റുന്നത് സാധാരണ ജനങ്ങളെ അപ്പാരൽ പാർക്ക് പോലെ അല്ലെങ്കിൽ വ്യവസായ പാർക്കുകൾ പോലെയുള്ള സംരംഭങ്ങൾ ചെയ്തുകൊണ്ട് അവർക്ക് ഒരു ചെറിയ വരുമാനം കിട്ടത്തക്ക തരത്തിൽ നമ്മൾ 2 സ്ഥാപനങ്ങളാണ് ഇപ്പൊ എടുത്തിരിക്കുന്നത്. ഒന്ന് നമ്മുടെ സ്ത്രീ ശാക്തീകരണ കെട്ടിടമുണ്ട്, അല്ലാതെ നിലവിലുള്ള പുതിയ വാട്ടർ ടാങ്കിന് അടിവശം. ഈ 2 സ്ഥലങ്ങൾ എടുത്ത് 2 അപ്പാരൽ പാർക്ക് പോലെ നമ്മൾ ചെയ്ത്, ഒന്ന് നമ്മളിപ്പം നമ്മുടെ നാട്ടിൽ ഏറ്റവും കിട്ടുന്ന സാധനമാണ് ചീനി, ഏത്തക്കൊല, ചക്ക. അപ്പൊ ഇതിനെയെല്ലാം നമ്മൾ ഉണക്കി അതിനെ പ്രത്യേകതരം പ്രോഡക്റ്റുകളാക്കി. ഇപ്പൊ ഉപ്പേരി പോലെ വേണ്ടവർക്ക് അങ്ങനെയല്ല, അങ്ങനെ അല്ലാത്ത പൊടി വേണ്ടവർക്ക് അങ്ങനെ. അപ്പൊ അത്തരത്തിൽ ചക്ക തന്നെ പൊടി വേണ്ടവർക്ക് അങ്ങനെ, അത്തരത്തിൽ ബൈ പ്രോഡക്റ്റുകളാക്കി മാറ്റുന്ന ഒരു വലിയ സംരംഭം ഞങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട്, ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട്. അതുപോലെ തന്നെയാണ് ഇന്ന് തയ്യൽ മിഷൻ. കാരണം തൊട്ടടുത്ത നമ്മുടെ സ്കൂളുകളിലെ കുട്ടികൾക്ക് യൂണിഫോം തയ്ക്കണമെങ്കിൽ പലയിടത്തും പോകേണ്ട ഒരു അവസ്ഥ. അപ്പൊ അതിനെ ഇവിടെ ജോലി ഇല്ലാതെ നിൽക്കുന്ന ആൾക്കാരെ കണ്ടെത്തിക്കൊണ്ട് അവരെ കണ്ടെത്തി അവർക്ക് തയ്യൽ പരിശീലനം കൊടുത്ത് അവർക്ക് വേണ്ടുന്ന മിഷനറി വാങ്ങിക്കൊടുത്ത് നമ്മുടെ നാട്ടിലെ സ്കൂളുകളിലെ കുട്ടികളുടെ യൂണിഫോം ഇത്തരത്തിലുള്ള എല്ലാം നമുക്ക് ഇവിടെ തന്നെ ചെയ്ത് കൊടുക്കത്തക്ക ഒരു സംവിധാനം നമ്മൾ ആഗ്രഹിച്ച് മുന്നോട്ട് വരുന്നു. പിന്നെ ഞങ്ങൾ ഏറ്റവും കൂടുതൽ തന്നെ വേദനിപ്പിച്ച വിഷയം, നമ്മൾ മലനട പള്ളിക്കലാറിൽ നിന്ന് കൃഷിയിലേക്ക് വെള്ളം കയറി. ഏകദേശം 35 ഏക്കറോളം ഭൂമി നെൽകൃഷി ചെയ്യുന്ന ഒരു ഏലയാണ് ഞങ്ങൾ മലനട ക്ഷേത്രത്തിനോട് ചേർന്നത്. അപ്പൊ അതിനുവേണ്ടി നമ്മളൊരു പ്രപ്പോസൽ കൊണ്ടുവന്നു. 7 കോടി രൂപയുടെ പ്രപ്പോസൽ സാങ്ഷനായി. അപ്പൊ അതിനകത്ത് അവിടുത്തെ ഒരു മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് അതിനകത്തൊരു എതിർത്ത് കാണിച്ചു. അപ്പൊ അതിനകത്തൊരു തടസ്സം വന്നിട്ടുണ്ട്. പക്ഷെ അത് നമ്മൾ വീണ്ടും അതിനെ മുന്നിൽ നിന്നുകൊണ്ട് ആ പള്ളിക്കലാറിൽ നിന്ന് വെൺകുല ഏലയിലേക്ക് വെള്ളം കയറുന്ന ആ വെള്ളം കയറി കൃഷി നശിക്കുന്നത്, സ്ഥിരമായി ഒറ്റ പൂ മാത്രമേ കൃഷി ചെയ്യാൻ പറ്റൂ. കാരണം അത് മഴ പെയ്യുന്ന സമയത്ത് ആ കൃഷിയിൽ മൊത്തം വെള്ളം കയറി അത് അഴുകി പോകുന്ന ഒരവസ്ഥ. അതിന് തടയിട്ടുകൊണ്ട് അതിനെ സംരക്ഷണ ഭിത്തി കെട്ടി 7 കോടി രൂപയുടെ ഒരു വലിയ പ്രപ്പോസൽ നമ്മൾ സമർപ്പിച്ചിട്ടുണ്ട്. അപ്പൊ അത് സാങ്ഷൻ വരുമ്പോൾ ആ മേഖലയിലെ കൃഷി പ്രവർത്തനങ്ങളെല്ലാം തന്നെയാണ് പഞ്ചായത്ത് നടപ്പിലാക്കാൻ ഉദ്ദേശിക്കുന്നത്. ഇപ്പോൾ നിരവധിയായിട്ടുള്ള പ്രവർത്തനങ്ങളുണ്ട്. ഭാവിയിൽ നിരവധി പ്രവർത്തനങ്ങളെല്ലാം തന്നെ നടപ്പിലാക്കി വരാൻ കഴിയട്ടെ. ഭാവി വികസന പ്രവർത്തനങ്ങളെല്ലാം തന്നെ യാഥാർത്ഥ്യമാകട്ടെ എന്ന് ആശംസിക്കുകയാണ്. നന്ദി ശ്രീ ബിനു മംഗലത്ത്.